മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പ്രാർത്ഥന എന്നൊരു വാക്കുണ്ട്. സ്തുതി, കീർത്തനം, പ്രാർത്ഥന, നാമങ്ങൾ, ഇതിനെല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. സ്തുതി എന്ന് പറയുമ്പോൾ ഈശ്വരനെയോ രാജാവിനെയോ ഒരു വ്യക്തിയെയോ അല്പം അതിശയോക്തി കലർത്തി വിവരിക്കുക, അല്ലെങ്കിൽ അതിശയോക്തിയില്ലാതെ വസ്തുതാപരമായിട്ട് വിവരിക്കുക. അപ്പോൾ വിവരിക്കുന്നത് സ്തുതിയാണ്. സ്തുതിക്കുക എന്ന മലയാള വാക്ക്. വർണ്ണിക്കുക, ഈശ്വര വർണ്ണന, ഡിസ്ക്രിപ്ഷനാണത്. സ്തുതി, അഡോറേഷൻ. വർണ്ണന, നിറഞ്ഞ പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുത്തി ചിരാമോടു കെട്ടി. അത് വർണ്ണനയാണ്. സ്തുതി എന്ന് പറയുമ്പോൾ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അത് സ്തുതിക്കലാണ്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. ഇപ്പൊ സ്തുതി, വർണ്ണന. നാമം, നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ ശ്രീമാത്രേ നമഃ, ശ്രീ മഹാരാജ്ഞേ നമഃ, ശ്രീമത് സിംഹാസനേശ്വര്യേ നമഃ, ചിദഗ്നികുണ്ഡസംഭൂതായേ നമഃ, ദേവകാരി സമുദ്യതായേ നമഃ, ഉദ്യദ്ഭാനുസഹസ്രാഭായേ നമഃ. പലതരത്തിലുള്ള വർണ്ണനകളും സ്തുതികളും വിവരണങ്ങളും പേരുകളാക്കി മാറ്റാം. പേരുകളാക്കി മാറ്റിയിട്ട് അർച്ചന നടത്താം. പ്രഭാകരൻ എന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ ജ്യോതിർഗോളങ്ങളെ പ്രകാശമാനമാക്കുന്നത് എന്നാണ് പ്രഭാകരൻ. പ്രഭാകരായ നമഃ, മിത്രായ നമഃ, സർവചരാചരങ്ങൾക്കും സുഹൃത്തായിട്ടുള്ളവൻ. നമഃ എന്ന് പറയുമ്പോൾ നാമമായി മാറുന്നു. ഏത് പേരിലും ഭാരതീയ പേരുകളിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നോക്കുക, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മലയാള വാക്കുകൾ നോക്കാം. ബാലകൃഷ്ണൻ, ചെറിയ കൃഷ്ണൻ, ദാമോദരൻ, അരയില് കയറ് അല്ലെങ്കിൽ ഒരലൊക്കെ കെട്ടിയ വ്യക്തി. ശിവശങ്കരൻ, ശിവൻ മംഗളകരമായിട്ട് കർമ്മം ചെയ്യുന്നവൻ. ശ്രീകൃഷ്ണൻ, ആകർഷിക്കുന്നവൻ. മഹാവിഷ്ണു, സർവചരാചരങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നവൻ. ഇങ്ങനെയുള്ള അർത്ഥമുണ്ട്. ദുർഗാദേവി, ദുർഘടങ്ങളെ ഇല്ലാതെയാക്കുന്ന ചൈതന്യം. അപ്പൊ ഇത് നാമങ്ങളാണ്. ഇതില് മന്ത്രങ്ങളുണ്ട്, കർമ്മമന്ത്രങ്ങളുണ്ട്. മലയാളത്തിൽ നമ്മളൊരു കർമ്മമന്ത്രം പറയുകയാണെന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറയാം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താനൻ. ഇത് മലയാളത്തിലുള്ളതാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സംസ്കൃതത്തിലാക്കിയിട്ട് കർമ്മമന്ത്രാക്കാം. സംസ്കൃതത്തിൽ ഒരു കർമ്മമന്ത്രമാണ് കായേന വാച മനസാ ഇന്ദ്രിയർവ. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പുറത്ത് ഞാൻ എൻ്റെ ജീവിതത്തെയും ചിന്തകളെയും അങ്ങയിൽ സമർപ്പിക്കുന്നു. ശ്രീമന് നാരായണായേതി സമർപ്പയാമി. അത് കർമ്മമന്ത്രമാണ്. മലയാളത്തിലോ ഏത് ഭാഷയിലോ പറയാവുന്നത്, സംസ്കൃതത്തിൽ പറയുന്നത് കർമ്മമന്ത്രം. പുരാണമന്ത്രങ്ങളുണ്ട്, നേരത്തെ വിവരിച്ചിട്ടുള്ളത് തന്നെയാണ്. 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും വരുന്ന മന്ത്രങ്ങൾ പുരാണമന്ത്രങ്ങൾ. ഇതിഹാസ മന്ത്രങ്ങൾ രാമായണത്തിലോ മഹാഭാരതത്തിലോ വരുന്നത് എടുത്തിട്ട് ചിലപ്പോൾ പൂജകൾക്ക് മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിഹാസ മന്ത്രങ്ങൾ. വിഷ്ണു സഹസ്രനാമം അങ്ങനെ വരുന്നതാണ്. അത് മഹാഭാരതത്തിന്റെ ഭാഗമാണ്. വേദത്തിന്റെ മന്ത്രങ്ങൾ നല്ല രീതിയിൽ ഉപദേശ രൂപത്തിലുള്ളതാണ് വേദത്തിന്റെ മന്ത്രങ്ങൾ. അപ്പൊ ഇതിലേതിലാണെങ്കിലും ശരി, ഉപനിഷത്തിലുണ്ട് നല്ല നല്ല ധന്യമായിട്ടുള്ള വരികളുണ്ട്. സത്യം വദാ ധർമ്മം ജരാ സ്വാധ്യായാൻ മാ പ്രമദാ സത്യാൻ ന പ്രമതിതവ്യം ധർമാൻ ന പ്രമതിതവ്യം ഭൂത്യൈ ന പ്രമതിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം
സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ മന്ത്രരൂപത്തിൽ ചൊല്ലാം. ഇതിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ അമൃത ടി വിയിലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന കാലത്ത്, പൈതൃക സന്ദേശം കൊടുത്തിരുന്ന കാലത്ത്, കോട്ടയത്ത് നിന്ന് കുറേ കുട്ടികൾ വിളിച്ച് ചോദിച്ചു എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ പോയിട്ടാണ് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകർഷേണ യത് അർത്ഥയതി തത് പ്രാർത്ഥന. ഗ്ലോറിയസ്ലി ചൈതന്യവത്തായിട്ട് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതാണ് പ്രാർത്ഥന. നമ്മൾ ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന എന്ന് വെച്ചാൽ ആവശ്യപ്പെടുകയാണ്. നമ്മൾ മാർക്കറ്റിലെ കടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ചെന്നിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ അറിയണ്ടേ? മത്തങ്ങ വേണോ, കുമ്പളങ്ങ വേണോ, കപ്പങ്ങ വേണോ, മരച്ചീനി വേണോ, ഉരുളക്കിഴങ്ങ് വേണോ? അത് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് അത് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറ്റേത് മന്ത്രങ്ങളുടെ അർത്ഥം അഗാധമായിട്ട് അറിഞ്ഞില്ലെങ്കിലും, അറിയണമെന്നുള്ളത് വെരി ഗുഡ്, എക്സലന്റ്, അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം. നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വാക്കുകളിലൂടെ മനസ്സ് പോകണം, ചിന്തകൾ പോകണം, വിശകലനം പോകണം. ഓർമ്മിക്കുക, നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ സജഷൻ പറയുന്നേ ഉള്ളൂ. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. MLA-ക്കും ഉണ്ട്, സിനിമാ നടനും ഉണ്ട്, വിമാന കമ്പനിയിലെ ഉടമസ്ഥനും ഉണ്ട്, ഏത് വ്യക്തികൾക്കും ഉണ്ട് ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, സുഹൃത്തുക്കളും ശത്രുക്കളും എല്ലാം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മനസ്സിനെ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക. അത്രയും നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. ഇനിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭം, ഇതെല്ലാം നമ്മൾ ജനനമുണ്ട്, മരണമുണ്ട് എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കണം. എന്നിട്ട് പ്രാർത്ഥന എന്തായിരിക്കണം? ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ, തകരാതെ, വരളാതെ നിലനിൽക്കാൻ ജഗദീശ്വര മനസ്സിന് ശക്തി തരണമേ. ഇതായിരിക്കണം പ്രാർത്ഥന. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ചെറിയൊരു എക്സാമ്പിള്. കുറേ കാലങ്ങൾക്ക് മുമ്പ് വാഷിങ്ടണിൽ പോയി, മാസങ്ങൾക്കല്ല വർഷങ്ങൾക്ക് മുമ്പ്, 6-7 വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോഴത്തേക്കും ഒരു പൂജാമുറിയിൽ ഒരു സ്ത്രീ അടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇങ്ങനെയും അവർ ആ കീർത്തനം മുഴുവനും പറഞ്ഞു. ഇതൊരു പ്രാർത്ഥനയാണ്. എന്താ കാരണം? നരകത്തിൽ നിന്ന് എന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇതൊരു റിക്വസ്റ്റാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണം. അർത്ഥമറിയാതെ മെക്കാനിക്കലി നമ്മൾ ചൊല്ലുന്നതിൽ അർത്ഥമില്ല, അതിൻ്റെ സാരവും വരില്ല, പ്രയോജനവും ഉണ്ടാവില്ല. അപ്പം അർത്ഥമറിയുമ്പോൾ ഈ നരകത്തിൽ നിന്ന് എന്നെ കരകേറ്റിയിടണം. അപ്പം ഞാനിപ്പോൾ നരകത്തിലാണ്. ടെൻഷൻ കൊണ്ടോ, ബുദ്ധിമുട്ട് കൊണ്ടോ, ദുഃഖം കൊണ്ടോ, വിഷമം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഞാൻ നരകത്തിലാണ്. പക്ഷെ ഈ സ്ത്രീ കഴുത്തില് മാലകളും, കയ്യില് വളകളും, കാലില് തളകളും, തലമുടിയില് സ്വർണത്തിൻ്റെ ഇതും, നല്ല ബാക്ക്ഗ്രൗണ്ട്, റിച്ചസ്റ്റ്, വേറെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. സോഷ്യൽ വർക്കിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന വ്യക്തി, ഭർത്താവ് നല്ല ഉയർന്ന പൊസിഷനിലിരിക്കുന്നു, സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇവര് ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റിയിടണം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ സാമാന്യ ബോധത്തോടുകൂടി അർത്ഥം എന്താന്ന് നോക്കുക. ഞാനിത് നിങ്ങളോട് പറയുന്നത് ആ സ്ത്രീയോട് പിന്നീട് ഞാൻ സംസാരിച്ചു. സുഖമായിട്ട് പോകുന്നു സാറേ ജീവിതം എന്നാണ് അവർ പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അപ്പോൾ വലിയ ദുഃഖമില്ല. അവരെല്ലാവരോടും ചിരിച്ചും രസിച്ചും ഇതാക്കി പോകുന്നു. ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വല്ല ദുഃഖങ്ങൾ ഏത് മനുഷ്യർക്കും, വളരെ കുറച്ച് ദുഃഖങ്ങളുള്ളവർക്ക് തുല്യമായിട്ടുള്ള ദുഃഖം അവർക്കതുണ്ടാവും. അതല്ലാതെ അവർക്ക് മേജർ നരകതുല്യമായിട്ടുള്ള ദുഃഖമൊന്നുമില്ല. എന്നിട്ടും അവരിത് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, വെറുതെ ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് അതെൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അങ്ങോട്ട് കയറി ഹെഡ് ചെയ്തതല്ല. ഇപ്പം പറഞ്ഞ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞത് കൊള്ളാം, ഇതിൻ്റെ അർത്ഥം അറിയാവോ എന്ന് ചോദിച്ചു. സാറ് ഞാൻ അർത്ഥമൊന്നും നോക്കാറില്ല, എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഇത് പാടാറുണ്ട്, അപ്പം ഞാനും ചൊല്ലുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത് ഒരു നരകത്തിൽ ആണെങ്കിലാണല്ലോ നരകത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റേണ്ടത്. അപ്പം ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നരകമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ സ്വർഗം. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്കാണല്ലോ പോവേണ്ടത്. അപ്പം അവരുടെ മുഖഭാവം കുറേശ്ശെ മാറുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴുള്ള റിച്ച് വെൽത്ത് ഇല്ല, കംഫർട്ടില്ല, വീടില്ല, ഇപ്പോൾ ഉള്ള മറ്റ് സൗകര്യങ്ങളില്ലാത്തതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം ഇത് നരകമാണെങ്കിൽ നരകത്തിൽ നിന്ന് കരകയറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്കല്ലേ നിങ്ങളെ ഇടുക? ആ സ്ത്രീയുടെ മുഖത്തിൽ അസാധാരണ മാറ്റം. ഞാൻ പണ്ട് ഇത് വിവരിക്കുമ്പോൾ കുറച്ച് ഭാഗമേ വിവരിക്കാറുള്ളൂ, ഇപ്പൊ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിവരിക്കുകയാണ്. അപ്പൊ ശരിക്കും പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചു, അത് ബലിച്ചു എന്ന് വിചാരിക്കുക. ബലിക്കുകയോ ബലിക്കാതിരിക്കുകയോ ചെയ്യാം, സൈക്കോളജിക്കൽ എഫക്റ്റ് ആവാം. ചിലപ്പോൾ ബലിച്ചു എന്ന് വരാം, ബലിച്ചില്ല എന്ന് വരാം. ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ള വലിയൊരു കാര്യം, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലഭിച്ചാലുള്ള അവസ്ഥ എന്താണ് എന്നുകൂടി നോക്കണം. ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ മഴ പെയ്താൽ എന്തു ചെയ്യും? അപ്പോൾ ഒരു കൊടയും കൂടി കയ്യിൽ കരുതലാണ് പ്രാർത്ഥനയിലുള്ള വിശ്വാസത്തിന്റെ തെളിവ്. അതായത് ഞാൻ പ്രാർത്ഥിച്ചു, താൻ പ്രാർത്ഥിക്കാൻ പോവാണോ? അതെ. എന്തിനു വേണ്ടിയാ? മഴയ്ക്ക് വേണ്ടി. പക്ഷെ മഴ പെയ്താലോ? പിന്നെ മഴ പെയ്യാൻ പോവല്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യാൻ പോവല്ലേ. അതിൻ്റെ അർത്ഥം ആ പ്രാർത്ഥനയിൽ ഫെയ്ത്ത് ഇല്ല. ആ ഫെയ്ത്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിൽ സൈക്കോളജിക്കലാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കലാണെങ്കിലും നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, ശത്രുക്കളും മിത്രങ്ങളും ഉണ്ട്, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളെ പൊതുവെ സ്വാധീനിക്കുന്നത് കുറച്ച് നേരത്തേക്കാണ്. കുറച്ച് നേരത്തേക്ക് സ്വാധീനിക്കും. ചിലപ്പോൾ ഒരു മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ ഒരാഴ്ച സ്വാധീനിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ ആവും. നോർമൽ ആവാതെ അതിൽ തന്നെ ഇരിക്കുന്നവര്, അവരുടെ ജീവിതം ശരിക്കും വളരെ കോംപ്ലിക്കേറ്റഡാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും തിരിച്ചു വരും എന്നൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. എത്രയോ വ്യക്തികൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടിയവരായിരിക്കും. ഞാൻ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവനും, ഇന്നലെ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു, വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പൊ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, 25-ാമത്തെ വയസ്സിൽ 30, 35, 38, 40, 45 വയസ്സുകളിൽ നല്ല യുവത്വം നിറഞ്ഞിരിക്കുന്ന കാലത്ത് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച ആരും അറിയപ്പെടാത്ത ആയിരക്കണക്കിന് വ്യക്തികളുണ്ട്. അവരും മരിച്ചു, ശരിക്കും നരകയാതന അനുഭവിച്ച് മരിച്ചവരാ. അവരെ ആരും അറിയുന്നുമില്ല. പക്ഷെ നമ്മൾ 10-60 വയസ്സ് വരെ ജീവിച്ചില്ലേ? ആ ജീവിതം റീസണബിളി സന്തോഷത്തോടുകൂടി ജീവിച്ചില്ലേ? അപ്പൊ പ്രകൃതിക്ക് 60, 65, 70 വയസ്സായി വരെ ജീവിക്കുന്ന, അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തിയോട് പ്രത്യേക കൺസെഷനും രാഷ്ട്രത്തിന് വേണ്ടി സർവ്വതും ത്യജിച്ച
ദേശസ്നേഹികളോട് പ്രകൃതിക്ക് നെഗറ്റീവുമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? 30-ാമത്തെ 35-ാമത്തെ വയസ്സിലൊക്കെ തൂക്കുകയറി എത്ര പേരാ ഉള്ളത് ഭാരതത്തിൽ. ഗോവ ഇൻക്വിസിഷനിൽ മതം മാറാൻ വിസമ്മതിച്ച എത്ര പേര് ആ ചുട്ട് കരിച്ചു കൊന്നത്, വെള്ളത്തിൽ മുക്കി കൊന്നത്. അപ്പൊ അവരനുഭവിച്ച വേദന, യുദ്ധത്തില് ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ചത്തതൊക്കെ ഇന്ത്യക്കാരാണ്. അവരൊന്നും ഇവിടെ ഒന്നും യുദ്ധം ചെയ്തിട്ടില്ല. അവരുടെ നേതാക്കന്മാർ മുമ്പിൽ നിന്നിട്ടുണ്ടാവും. മരിച്ചതൊക്കെ ഇന്ത്യക്കാരാണ്. ശരിക്കും ഗസ്നി, ഗോറി, ഖിൽജി, തൈമൂർ മുതൽക്ക് 650 വർഷം വിദേശ മുസ്ലിങ്ങൾ കൊന്നൊടുക്കിയ ഹിന്ദുക്കളുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്ത് തെറ്റാ ഹിന്ദുക്കൾ ചെയ്തത്? അവർ ഹിന്ദുക്കളായിരുന്നു എന്ന് മാത്രം. വിഗ്രഹ ആരാധന ചെയ്തവരെ കൊന്നാൽ ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം എന്ന ഒറ്റ അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് അത് ചെയ്തത്. ആ മരിച്ചവരൊക്കെ എത്ര കാലം ജീവിച്ചു? അങ്ങനെയൊന്നും നമ്മളിപ്പോൾ മരിക്കുന്നില്ലല്ലോ സ്വതന്ത്ര ഭാരതത്തിൽ. അതുകൊണ്ട് അത്രയ്ക്കും അധികം ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അഭിമുഖീകരിക്കാനായിട്ടും പഠിക്കാം. ആ പഠിക്കുന്ന സമയത്താണ് ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ജഗദീശ്വരനോട് പറയാം നമ്മുടേതായിട്ടുള്ള സത്യസന്ധത. നമ്മൾ പറഞ്ഞ് അഭ്യർത്ഥിക്കുമ്പോഴാണ് മനസ്സിന് ധാരാളം കോൺഫിഡൻസ്, ഫെയ്ത്ത് ഇതെല്ലാം നമുക്ക് കിട്ടുക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരർത്ഥം ഉണ്ടാകും. അർത്ഥമറിയാതെ പ്രാർത്ഥിക്കരുത്. പല മന്ത്രങ്ങളും അർത്ഥമറിയാതെ ചൊല്ലിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ധിയോ യോ ന പ്രചോദയാത്, ഞങ്ങളെ പ്രചോദിപ്പിക്കണം എന്നാണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം. അതൊരു പ്രാർത്ഥനയാണത്. അതൊരു പ്രാർത്ഥനയാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്, അതും ഒരു പ്രാർത്ഥനയാണ്. എന്നെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മോചിപ്പിക്കണം, പ്രാർത്ഥനയാണ്. അപ്പോൾ വേദത്തിലും പ്രാർത്ഥനയുണ്ട്, രാമായണത്തിലും പ്രാർത്ഥനയുണ്ട്, മഹാഭാരതത്തിലും പ്രാർത്ഥനയുണ്ട്, പുരാണത്തിലും പ്രാർത്ഥനയുണ്ട്, കർമ്മമന്ത്രത്തിലും പ്രാർത്ഥനയുണ്ട്, സ്തുതിയുമുണ്ട്, വർണ്ണനയുമുണ്ട്, വിവരണവുമുണ്ട്. സ്തുതിയും വർണ്ണനയും വിവരണവും അർത്ഥം കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയുടെ അർത്ഥം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് പദങ്ങളിൽ നിന്ന് പദങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകാനും കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.